ഒരുപാട് സമയം എടുത്തിട്ട് ചോറിന് കറികളൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളിൽ ഇതൊരെണ്ണം ഉണ്ടാക്കിയാൽ മതി. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ചോറിനുള്ള കറി റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് സവാള കട്ട് ചെയ്തത്, എരിവിനായിട്ടുള്ള പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. 2-3 വെളുത്തുള്ളി പൊടിയായിട്ട് കട്ട് ചെയ്തതും, കുറച്ച് കറിവേപ്പിലയും, ഒരു കഷ്ണം സവാളയും, ഒരു കഷ്ണം തക്കാളിയും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മസാലപ്പൊടികളായിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ചെറിയ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നാൽ നമുക്കിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ കൂട്ട് മുഴുവനായിട്ട് ഈ മസാല കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം അടച്ച് വെച്ച് വേവിക്കാം. മുട്ട അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ആ സൈഡും കൂടി ഒന്ന് മൊരിച്ചെടുത്താൽ നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള മസാല ഓംലെറ്റ് റെഡിയായി. ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ. ട്രൈ ചെയ്ത് നോക്കണേ.